ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. കുക്കർ ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായി ചൂടാക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുവന്നുള്ളി, ഗാർലിക്, ഇഞ്ചി, ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, ടൊമാറ്റോ, ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ പെരുംജീരകം ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണേ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം 1 സ്പൂൺ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, എരിവ് ഉള്ള മുളക് പൊടിയാണ് 1 സ്പൂൺ ഇട്ട് കൊടുക്കണേ. ഇനി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ്, എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, കുബൂസ്
അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇതിനകത്ത് 250 ഗ്രാം ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ പാലെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഫ്രഷ് മിൽക്കാണ് എടുക്കണേ, തേങ്ങാപ്പാലാണ് എടുക്കണേ. മല്ലിയില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമ്മൾ അടിച്ചു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കും. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.